CMDRFലേക്കുള്ള ജീവനക്കാരുടെ സംഭാവനകൾ ഡിഡക്ട് ചെയ്യാനായി 4 മെത്തേഡുകളാണ് സ്പാർക്കിൽ ലഭ്യമായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് സാലറിയിൽ നിന്നും നേരിട്ട് കുറയ്ക്കുന്നത്. അത് 3 മാസങ്ങളായി നമുക്ക് കുറവ് ചെയ്യാം. ആദ്യത്തെ മാസം 1, രണ്ടാമത്തെ മാസം 2, മൂന്നാമത്തെ മാസം 2. രണ്ടാമത്തത് ഏൺ ലീവ് സറണ്ടർ വഴിയാണ്. 5 ദിവസത്തെ സാലറിയാണ് മിനിമം സംഭാവന. അപ്പോൾ ഈ 5 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ദിവസത്തേക്കുള്ള ഏൺ ലീവ് നമുക്ക് സറണ്ടർ ചെയ്ത് അത് നമുക്ക് CMDRFലേക്ക് കൊടുക്കാം. അടുത്ത മൂന്നാമത്തത് PFന്റെ ടെമ്പററി അഡ്വാൻസ് എടുത്തുകൊണ്ട് നമുക്ക് 5 ദിവസത്തെ സാലറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് അത് നമുക്ക് PFൽ നിന്നും ടെമ്പററി അഡ്വാൻസ് ആയി എടുത്തുകൊണ്ട് സംഭാവനയായി ഡിഡക്ട് ചെയ്യാൻ കഴിയും. PFൽ നിന്നും NRA, ഇത് അറിയാം, 10 വർഷത്തെ സർവീസ് ഉള്ളവർക്കാണ് ഈ PFൽ നിന്നും NRA എടുക്കാനുള്ള സൗകര്യം. അങ്ങനെ PFൽ നിന്നുള്ള NRA എടുത്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സംഭാവന നമുക്ക് CMDRFലേക്ക് അടയ്ക്കാൻ കഴിയും. ഏത് രീതിയിൽ കുറവ് ചെയ്താലും പ്രധാനമായി വേണ്ട ചില കാര്യങ്ങൾ പൊതുവായിട്ടുണ്ട്, അത് പറയാം. ഒന്നാമതായി, കുറഞ്ഞത് 5 ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകാൻ തയ്യാറായവരിൽ നിന്നും സമ്മതപത്രം എഴുതി വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്. സമ്മതപത്രത്തിന്റെ മാതൃക ഈ വീഡിയോയുടെ അവസാനം നൽകുന്നുണ്ട്. അടുത്തത് രണ്ടാമത്തത്, ELS വഴിയാണ് സംഭാവന നൽകുന്നതെങ്കിൽ, ഏൺ ലീവ് സറണ്ടർ വഴിയാണ് സംഭാവന നൽകുന്നതെങ്കിൽ മിനിമം 5 ദിവസത്തെ ഏൺ ലീവ് ആ വ്യക്തിയുടെ ഏൺ ലീവ് ക്രെഡിറ്റിൽ ബാലൻസ് ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. യഥാർത്ഥത്തിൽ അവർക്ക് 5ൽ കൂടുതൽ ഉണ്ടാകുമായിരിക്കും, എന്നാൽ അവരുടെ ഏൺ ലീവ് സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ 5 ദിവസത്തെ ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ പോലുമുള്ള ലീവ് ക്രെഡിറ്റിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അവരുടെ ഏൺ ലീവ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിൽ നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ സാമ്പത്തിക വർഷത്തിൽ 25ൽ കൂടുതൽ ഏൺ ലീവ് അവർ സറണ്ടർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കറിയാം, ഒരു എംപ്ലോയിക്ക് ഒരു വർഷത്തിൽ സറണ്ടർ ചെയ്യാവുന്ന മാക്സിമം ലീവുകളുടെ എണ്ണം 30 ആണ്. 25ൽ കൂടുതൽ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് 5 ലീവുകൾ സറണ്ടർ ചെയ്യാൻ ബാലൻസ് കാണില്ല. ഇപ്പൊ 26 ലീവ് സറണ്ടർ ചെയ്തിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ പിന്നെ 4 ലീവുകളേ ഉള്ളൂ. അപ്പോൾ ഈ മെത്തേഡിലൂടെ അവരുടെ സാലറിയിൽ നിന്നും CMDRFലേക്കുള്ള സംഭാവന ഡിഡക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി അടുത്ത മാർഗം PFന്റെ ടെമ്പററി അഡ്വാൻസ് CMDRFലേക്ക് ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിലുള്ള എല്ലാ PF നിയമങ്ങളും ഇതിനും ബാധകമാണ്. അതായത് നമുക്കറിയാവുന്നൊരു നിയമം പറയാം, ഒരു ടെമ്പററി അഡ്വാൻസ് എടുത്താൽ 6 തിരിച്ചടവ് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ഒരു ടെമ്പററി അഡ്വാൻസ് എടുക്കാൻ കഴിയുകയുള്ളൂ. ആ വ്യവസ്ഥകളെല്ലാം ഇതിനും ബാധകമാണ്. മറ്റൊരു മാർഗമാണ് NRA എടുക്കുക എന്നത്. NRA ആയും ഈ 5 ദിവസത്തെ അല്ലെങ്കിൽ 5 ദിവസത്തിൽ കൂടുതലുള്ള ശമ്പളം എത്രയാണെന്ന് കണക്ക് കൂട്ടി അത് NRAക്ക് അപേക്ഷ കൊടുത്ത് AGയിൽ നിന്നും സാങ്ഷൻ ഓർഡർ വരുന്ന മുറയ്ക്ക് CMDRFലേക്ക് അടയ്ക്കാൻ കഴിയും. ഇതിനും സാധാരണ നിലയിലുള്ള എല്ലാ PF നിയമങ്ങളും ബാധകമാണ്. ഉദാഹരണമായി TA എടുത്ത് 4 മാസം കഴിഞ്ഞ് NRA എടുക്കാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക ഇവിടെ നൽകിയിട്ടുണ്ട്. അതൊന്ന് നോക്കുക. എല്ലാ വായ്പകളുടെയും ഇന്റർവെൽസ് എത്രയാണെന്നുള്ളത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്പാർക്കിലേക്ക് പോകാം. വർക്കിംഗ് ക്ലാസിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിഡക്ഷന്റെ ഓപ്ഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 4 ഓപ്ഷനുകളിൽ ഏതാണ് ഓരോരുത്തരും ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഓരോരുത്തരും സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. അതിനായി നമ്മൾ സാലറി മാറ്റേഴ്സിൽ CMDRF വയനാട് 2024 കോൺട്രിബ്യൂഷൻ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. ഓഫീസ്, DDO കോഡ്, ബിൽ ടൈപ്പ്. നമ്മുടെ ഓഫീസിലുള്ള എല്ലാ ബിൽ ടൈപ്പുകളും ഇതിനകത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യമേ അറിയാൻ കഴിയണം ആരൊക്കെ ഏതേതാണ് ഓപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അത് വെച്ച് മാത്രമേ നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഞാനിതിൽ ഒരു ബിൽ ടൈപ്പ് എടുത്തിരിക്കുകയാണ്. ഈ ബിൽ ടൈപ്പിലുള്ള എത്ര പേരുണ്ടെന്ന് നോക്കാം. ഈ ബില്ലിൽ 4 പേരുണ്ട്. ഈ 4 പേരിൽ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. ആദ്യത്തേത് അവരുടെ പേര്, അതിനുശേഷം ഡെസിഗ്നേഷൻ, വില്ലിംഗ് ടു കോൺട്രിബ്യൂട്ട് ആണോ അല്ലയോ. ഡിഫോൾട്ടായി വന്നിരിക്കുന്നത് നോ ആയിരിക്കും. അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് നോ ആണെങ്കിൽ, അതായത് സമ്മതപത്രം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ നോ ആയി തന്നെ സെറ്റ് ചെയ്തേക്കുക. യെസ് ആണെന്നുണ്ടെങ്കിൽ ഇത് യെസ് ആയി സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ബിൽ ടൈപ്പിൽ 4 പേരുണ്ട്. ഈ 4 പേരും സമ്മതപത്രം തന്നിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരാൾ നമ്മൾ യെസ് കൊടുക്കുന്നു. പേയ്മെൻറ്റ് ഓപ്ഷൻ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോരുത്തരും ഏതേത് ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന്.
ഇവിടെ ആദ്യത്തെ ഒരു എംപ്ലോയി സാലറിയിൽ നിന്ന് ഡയറക്റ്റ് ഡിഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ മാസം 1 ദിവസത്തെയും രണ്ടാമത്തെ മാസം 2 ദിവസത്തെയും മൂന്നാമത്തെ മാസം 2 ദിവസത്തെയും അങ്ങനെ ആകെ 5 ദിവസം. അപ്പോൾ സാലറി ഡിഡക്ഷൻ എന്ന് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ഡേയ്സ് അവർ 5 ദിവസത്തെയാണ് മിനിമം കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവർ 5 ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു 5. ഇൻസ്റ്റോൾമെൻറ്റ് നമുക്കറിയാം, മാക്സിമം ഇൻസ്റ്റോൾമെൻ്റ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി വേണമെങ്കിൽ ഒറ്റ ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടും ഈ 5 ദിവസത്തെ സാലറി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്ത 2 മാസങ്ങളിൽ ഇതിനെപ്പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 മാസമായിട്ട് ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഇൻസ്റ്റോൾമെൻറ്റ് 3 കൊടുക്കുന്നു. സ്റ്റാർട്ട് മന്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. സ്റ്റാർട്ട് ഇയറും അവിടെ വന്നോളും. 8-ാം മാസം മുതലാണത് ഡിഡക്ഷൻ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റാഫിന് നോക്കുക. അദ്ദേഹവും വില്ലിംഗ് ടു കോൺട്രിബ്യൂട്ട് യെസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെലക്ട് ചെയ്യുക അവരുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ. ഓഫീസിൽ എഴുതി തന്നിരിക്കുന്നത് ലീവ് സറണ്ടർ മുഖാന്തരം ഇത് ഡിഡക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ ലീവ് സറണ്ടർ സെലക്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് ഡേയ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. കാരണം 5 ദിവസത്തെ സാലറി സറണ്ടർ ചെയ്താൽ എത്ര വരും എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് ഇപ്പോൾ ബാധകമല്ല. നമ്പർ ഓഫ് ഇൻസ്റ്റോൾമെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ലീവ് സറണ്ടർ ആകുമ്പോൾ ഒറ്റത്തവണയായി കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം അവിടെ തന്നെ ഉണ്ടാകും. ലീവ് സറണ്ടർ മുഖാന്തരം CMDRFലേക്ക് അടയ്ക്കുന്നതിനുള്ള ഓപ്ഷൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്ന ഈ സമയം വരെ വന്നിട്ടില്ല. വന്നു കഴിയുമ്പോൾ ഇവിടെ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. എന്നാലും ഇപ്പോൾ തൽക്കാലം അവരുടെ ഓപ്ഷൻ സെറ്റ് ചെയ്യുക. എങ്കിലേ നമുക്ക് സാലറി ബില്ല് പ്രോസസ്സ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് 2-3 ദിവസമേ ഉള്ളൂ സാലറി ബില്ല് പ്രോസസ്സ് ചെയ്യാൻ ഈ മാസത്തിൽ അവസാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഓപ്ഷൻ സെറ്റ് ചെയ്യുക. അതിനുശേഷം സാലറി പ്രോസസ്സ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും സാലറി പ്രോസസ്സ് ചെയ്യാനുള്ള താമസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ യഥാസമയം നമുക്ക് സാലറി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ആദ്യം ഓപ്ഷനാണ് സെറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റാഫിനെ നോക്കുക. അദ്ദേഹവും യെസ് ആണ് തന്നിരിക്കുന്നത്. യെസ് സെലക്ട് ചെയ്തു. ഇവിടെ ലീവ് സറണ്ടർ ആണോ സാലറി ഡിഡക്ഷൻ ആണോ? എന്നോട് സാലറി ഡിഡക്ഷൻ ആണ് പറഞ്ഞത്. അതുകൊണ്ട് സാലറി ഡിഡക്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് അതും 5 ദിവസത്തെയാണ്. 3 ഇൻസ്റ്റോൾമെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 3 ഇൻസ്റ്റോൾമെൻറ്റ് 8-ാം മാസം മുതൽ അത് ഡിഡക്ഷൻ ആരംഭിക്കും. ഇദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത് യെസ് ആണ്. അത് യെസ് തന്നെ കൊടുത്തു. സാലറി ഡിഡക്ഷൻ ആണ് പറഞ്ഞത്. സാലറി ഡിഡക്ഷൻ 5 ദിവസം 3 ഇൻസ്റ്റോൾമെൻറ്റ് സേവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എഡിറ്റിംഗ് ഓപ്ഷൻ ഈസ് അലൗഡ് ടിൽ സാലറി പ്രോസസ്സിംഗ് ഓഫ് 8/2024. 8/24 സാലറി പ്രോസസ്സ് ചെയ്യുന്ന സമയം വരെ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. സേവ്ഡ് സക്സസ്ഫുള്ളി എഡിറ്റിംഗ് അലൗഡ് ടിൽ സാലറി പ്രോസസ്സിംഗ് ഓഫ് 8/2024 ഓക്കെ കൊടുത്തു. അപ്പോൾ ഇത്രയുമാണ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള രീതി. ഇനി ടെമ്പററി അഡ്വാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് എടുക്കുക. ഇവിടെ ഗോ കൊടുക്കുന്നു. മറ്റൊരു ബിൽ ടൈപ്പാണ് അടുത്തത്. ഇവിടെ നമുക്ക് യെസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഞാനിപ്പോൾ തൽക്കാലം PFNR വിഡ്രോവൽ കൊടുക്കുകയാണ്. ഈ PFNR വിഡ്രോവൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ ഏജിക്ക് അയക്കുകയും ഏജിയിൽ നിന്ന് അത് സാങ്ഷനായി വരുന്നത് വരെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും നമുക്ക് സാലറി പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ. അത് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയുമാണ് CMDRFലേക്കുള്ള ഓപ്ഷൻ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഇനി നമുക്ക് സാലറി ബില്ല് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത ആ ഹെഡ് ഓഫ് അക്കൗണ്ടിലെ സാലറിയാണ് പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗ് സാലറി മന്ത്ലി സാലറി പ്രോസസ്സിംഗ്. ഇവിടെ മന്ത് സെലക്ട് ചെയ്യുന്നു. ഓഗസ്റ്റ് 2024. ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് DDO കോഡ്. സെലക്ട് ബിൽ ടൈപ്പ്. നമ്മളിപ്പോൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത ആ ബിൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. അതിൽ 4 എംപ്ലോയീസ് ആണുള്ളത്. ആ 4 എംപ്ലോയീസിൻ്റെയും ഓപ്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെലക്ട് എംപ്ലോയീസ് 4 പേരെയും നമ്മൾ സെലക്ട് ചെയ്തു. സബ്മിറ്റ്. യുവർ റിക്വസ്റ്റ് ഫോർ പ്രോസസ്സിംഗ് സാലറി ഹാസ് ബീൻ അക്സെപ്റ്റഡ്. ഓക്കെ കൊടുത്തു. ജോബ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്ക് ബിൽസ് ആൻഡ് ഷെഡ്യൂൾസിൽ ചെന്നിട്ട് പരിശോധിക്കാം. മന്ത്ലി സാലറി, പേ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് DDO കോഡ്, മന്ത് ഓഗസ്റ്റ്. ഇതാണ് പ്രോസസ്സായി വന്നിരിക്കുന്ന സാലറി. ഈ ബില്ല് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുത്തു. യുവർ റിപ്പോർട്ട് ജനറേഷൻ ഇൻ ക്യൂ, പ്ലീസ് ട്രൈ ആഫ്റ്റർ സം ടൈം. വീണ്ടും സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ അതിൻ്റെ ഇന്നർ ഔട്ടർ എൻ്റെ ഷെഡ്യൂൾസ് എല്ലാം വന്നിരിക്കുകയാണ്. CMDRF വയനാട് ഇവിടെ കാണുന്നുണ്ടല്ലോ. ഇത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ആ ഷെഡ്യൂൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് ആ ഷെഡ്യൂള്. ഇതിൽ 3 ജീവനക്കാരാണ് സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി കൺസെൻറ്റ് തന്നിരുന്നത്. മറ്റൊരാൾ ELSൽ നിന്നായിരുന്നു. അപ്പോൾ ഇവിടെ സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാനായിട്ട് കൺസെൻറ്റ് തന്നിരുന്ന 3 പേരുടെയും ഷെഡ്യൂളിൽ CMDRF വയനാട് അവരുടെ 1 ദിവസത്തെ ശമ്പളം ഇവിടെ
ഡിഡക്ഷൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇന്നർ ബില്ലൊന്ന് പരിശോധിക്കാം. ഇന്നർ ബില്ല് നോക്കുകയാണ്. ഇതാണ് ഇന്നർ ബില്ല്. ഇതിൽ CMDRF എന്ന് പറഞ്ഞ് 1, 2, 3 പേരുടെ സാലറി ഇവിടെ ഡിഡക്ഷൻ വന്നു കഴിഞ്ഞു. ഒരു ദിവസത്തെ സാലറി, അടുത്ത മാസം 2 ദിവസത്തെ സാലറി ആയിരിക്കും. എന്നാൽ ഇവിടെ ഒരാൾ നമുക്ക് തന്നിരുന്നത് ELS ആയിരുന്നു. അവർക്ക് ഇതിൽ സാലറി കട്ടാവില്ല. അവരുടെ 5 ദിവസത്തെ ഏൺ ലീവ് സറണ്ടർ ചെയ്ത് CMDRFലേക്ക് അടയ്ക്കാനുള്ള ഓപ്ഷനായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുമാണ് CMDRFലേക്ക് സാലറിയിലൂടെ ഡിഡക്ഷൻ നടത്തി ഫണ്ട് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. ഇനി സറണ്ടറും PF ലോണും ഉപയോഗിച്ച് എങ്ങനെയാണ് CMDRFലേക്ക് അയക്കുന്നത് എന്നുള്ളത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. തൽക്കാലം വീഡിയോയുടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക, പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.